ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കുക, നല്ല തിക്ക് ഹെയർ, അതുപോലെ തന്നെ ലോങ് ഹെയർ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു വാട്ടറാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കരിഞ്ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പനിക്കൂർക്കയുടെ ഇലയും കരിഞ്ജീരകവും ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പനിക്കൂർക്കയാണ്. നമ്മുടെ മുടി നല്ല കട്ടിയായിട്ട് അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് വളരാനായിട്ട് ഈ ഒരു പനിക്കൂർക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 3-4 ഇലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും. ഞാനിവിടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5-6 ഇല ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമ്മളിതിലൊന്നും അരച്ചെടുക്കുക അല്ലെങ്കിൽ എടുത്തിട്ടുള്ളതൊന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല. ഇത് വെറുതെ നമ്മൾ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം. അതുവരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഉലുവ നമ്മുടെ മുടി നല്ല കട്ടിയുള്ള ഇഴയായിട്ട് വളരാനായിട്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നീളം വയ്ക്കാനായിട്ട് നമുക്ക് ഉലുവ എടുക്കും. അത് ഉലുവ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് അരച്ചെടുത്തിട്ട് നമ്മൾ പാക്കായിട്ട് ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് മുടി കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ചെയ്താലും. ഇതാകുമ്പോൾ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്താണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കിയെടുക്കുന്നത്. നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്ത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തിളപ്പിച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് കയ്യിൽ തന്നെ നമുക്ക് തട്ടുമ്പോൾ അറിയാം, നന്നായിട്ടൊരു തിക്കായി വന്നിട്ടുണ്ട്. ഒരു അധികം ജെല്ലല്ലെങ്കിലും കുറച്ച് ആ ഇലയുടെ കട്ടിയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയുടെ ആ ഒരു സത്തൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കുളി കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് മുടിയൊക്കെ തോർത്തി എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളിതൊന്ന് മുടിയിൽ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വേറെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അവസാനം നമ്മൾ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുടി നന്നായിട്ട് തന്നെ തോർത്തിയെടുക്കുക. ഇതുപോലെ നമ്മൾ തുടർച്ചയായിട്ട് 1 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദിവസവും ചെയ്യാം. പിന്നെ നമുക്ക് മുടിയിൽ ഇങ്ങനെ അതിൻ്റെ പൊടിയൊക്കെ ഇരുന്ന് അതല്ലെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഇല അരച്ചിട്ടൊന്നുമല്ല നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തരി പോലും ഇതിലില്ല. അപ്പോൾ നമ്മുടെ മുടിയിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാനുള്ള, പിറ്റേ ദിവസം കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് മുടിയിൽ ഇങ്ങനെ പൊടി പോലെ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. സ്കാൽപ്പ് ക്ലിയർ ആയിരിക്കും. അങ്ങനെ പൊടി ഇരുന്ന് താരൻ വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ദിവസവും ചെയ്യാവുന്നതാണ്. നല്ല കട്ടിയുള്ള മുടിയിഴകൾ വരാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം. തലേദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഒന്നും അതിൽ ചേർക്കാതെ തന്നെ നമുക്ക് ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുളിക്കുന്നതിന് മുൻപ് നമ്മൾ മുടി നന്നായിട്ട് തന്നെ ഇത് മസാജ് ചെയ്ത് കുറച്ച് കഞ്ഞിവെള്ളം തലയിൽ ഒഴിച്ചിട്ട് നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കഞ്ഞിവെള്ളം വെച്ച് മുടി നന്നായിട്ട് തന്നെ കഴുകുക. അതിന് ശേഷം നല്ല വെള്ളത്തിൽ നമ്മളിത് മുടി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തരി ഒന്നും ഇരിക്കരുത്. എത്രയായാലും അതിലൊരു സത്ത് മുടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താരനൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മളിത് കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മുടി കഴുകിയെടുക്കണം, വേറെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരിക്കരുത്. ചിലർക്ക് ഹെയർ പാക്കോ ഒന്നും പറ്റില്ല. നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഹെയർ പാക്കും ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി കഴുകിയെടുത്താൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ തലേദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി കഴുകിയെടുക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.